നമസ്കാരം. സ്റ്റോറി ടെല്ലിംഗ് കപ്പിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാമിനി ഗിരീഷ്. ഇന്നത്തെ കഥ വേട്ടക്കാരൻ. കഥാകാരൻ അനീഷ് സുന്ദരേശൻ. അദ്ദേഹം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു IT പ്രൊഫഷണലാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ്. അദ്ദേഹം നിരവധി കഥകളും കവിതകളൊക്കെ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്, വേട്ടക്കാരൻ എന്ന കഥ. നമ്മൾ എപ്പോഴും ഇരയുടെ കഥകൾ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. വേട്ടക്കാരൻ്റെ കഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അത് നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ കഥ കേട്ടിട്ട് വരാം. വേട്ടക്കാരൻ. രചന അനീഷ് സുന്ദരേശൻ. അവതരണം ശാമിനി ഗിരീഷ്. എനിക്കറിയാം വേട്ടക്കാരാ, എൻ്റെ മുതുകിൽ തറച്ച് നെഞ്ചും പിളർത്തി നിൽക്കുന്ന നിൻ്റെ അമ്പിൻ്റെ ലക്ഷ്യം ശരിക്കും ഞാനായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു ചാവാരി ചെന്നായ്ക്ക് വേണ്ടി വെറുതെ ഒരു അമ്പ് കളയാൻ മാത്രം മണ്ടനല്ല ഈ കാട്ടിലെ ഒരു വേട്ടക്കാരനും. പിന്നെയാണോ വേട്ടയിൽ മിടുക്കനായ നീ? നിന്റെ അമ്പിൻമുന എൻ്റെ മുതുകിൽ തൊട്ട നൊടിയിൽ ഞാൻ അറിഞ്ഞതാണ്, അളന്നതാണ് നിന്റെ കൈവേഗവും കരുത്തും. അല്ലെങ്കിലും ഒരു വേട്ടക്കാരനെ ശരിയായി വിലയിരുത്താൻ മറ്റൊരു വേട്ടക്കാരനല്ലേ കഴിയൂ? ഇപ്പോൾ എനിക്കത് ഊഹിക്കാൻ സുഹൃത്തേ. നീ ഇതിനോടകം അത് മനസ്സിലാക്കിയിരിക്കുമെന്ന്. അതെ, നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു. ഒരിര, ഒരൊറ്റ ഇര. നിന്റെ അമ്പേറ്റ് ചോര വാർന്ന് കിതച്ചോടുമ്പോഴും എൻ്റെ കൂർത്ത പല്ലുകൾക്കിടയിൽ ഇപ്പോഴും അവൻ്റെ ഉയിരിനായി പോരാടിപ്പിടയുന്ന എൻ്റെ ഇര. ശരിക്കും നിൻ്റെ കണക്കൂട്ടലുകളൊക്കെയും കൃത്യമായിരുന്നു. നീ നിലയുറപ്പിച്ച അകലം, തിരഞ്ഞെടുത്ത അമ്പ്, നിൻ്റെ കൈയടക്കം, ഞാൻ വലിവ്, ഞാൻ അയച്ച നൊടി ഒക്കെയും ഒരു മികച്ച വേട്ടക്കാരൻ്റേത്. പക്ഷെ നീ അറിയാതെ പോയ ഒന്നുണ്ട്. ഇനിമേൽ ഒരിക്കലും നീ മറക്കാനിടയില്ലാത്തൊരു പാഠം. നമ്മൾ ഉന്നം വയ്ക്കുന്ന ഓരോ ലക്ഷ്യത്തിനുമപ്പുറം നമ്മൾ കാണാത്തൊരു പ്രതിയോഗി കൂടി നമുക്കുണ്ടാകും. ഇവിടെ നീ തോറ്റുപോയതല്ല ചങ്ങാതി, മറിച്ച് ജയിച്ചത് എൻ്റെ വിശപ്പാണ്. നിനക്കറിയില്ല, നാളേറെയായി ശമനം കിട്ടാതെ എൻ്റെ ഉള്ളിൽ എരിയുന്ന തീ. ആ ചൂടിൽ വയറു വെന്തുരുകി ശ്വാസം അടക്കിപ്പിടിച്ച് പതുങ്ങിയിരിക്കുകയായിരുന്നു ആ പൊന്തക്കാട്ടിൽ കൂട്ടം വിട്ടുപോന്ന ഈ വയസ്സിൻ ചെന്നായ ഒരിരയെയും കാത്ത്. ദിവസങ്ങളേറെ കഴിഞ്ഞ് ഒടുവിൽ ഇന്നാണ് തീറ്റ തേടി ഇവൻ, ഈ കാട്ടുമുയൽ, അവിടേക്ക് വന്നെത്തിയത്. ഇരയ്ക്ക് നേരെ കുതിക്കും മുന്നേ ചുറ്റുമൊന്ന് പരതി നോക്കി. അപ്പോഴാണ് ഉള്ളിൽ പൊത്തു വീണ് ആ വലിയ മരത്തിന് പുറകിലൊരു നിഴൽ രൂപമായി തൊടുത്ത അമ്പുമായി നിൽക്കുന്ന നിന്നെ ഞാൻ കണ്ടത്. അനങ്ങിയാൽ ഒരുപക്ഷെ നിന്റെ അമ്പിന് ഞാൻ തന്നെ ഇരയായേക്കാം എന്ന് തിരിച്ചറിവുണ്ടായിട്ടും ഒരു നല്ല ചാട്ടത്തിനപ്പുറം ഒത്തുകിട്ടിയ ഇവനെ വിട്ടുകളയാൻ തോന്നിയില്ല. വിശപ്പിനേക്കാൾ വലുതല്ലല്ലോ മരണഭയം. ഈ കാട്ടിലെ ഏറ്റവും സമർത്ഥരായ വേട്ടക്കാർ, അത് നീ കരുതുന്ന പോലെ പുലിയോ കടുവയോ സിംഹമോ ഒന്നുമല്ല. ഞങ്ങൾ ചെന്നായിക്കൂട്ടമാണ്. അമർന്നു പടരുന്ന കാട്ടുതീ പോലെ ഞങ്ങൾ ഇരുട്ടത്ത് പതുങ്ങി വരും. ഒരു ഇലയനക്കം പോലും കേൾപ്പിക്കാതെ നോട്ടമിട്ട ഇരയെ അവൻ അറിയാതെ പഴുതില്ലാതെ വളയും. എന്നിട്ട് കാത്തിരിക്കും ഏറ്റവും നല്ല ഒരു നിമിഷത്തിനായി. ആ നൊടിയെത്തുമ്പോൾ വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ ഞങ്ങൾ ഇരയ്ക്കുമേൽ പറന്നിറങ്ങും. ഒരേ താളത്തിൽ, വേഗത്തിൽ, കരുത്തിൽ. പിന്നെ അവിടെ ഒരു പോരാട്ടമാണ്, വിശപ്പും പ്രാണനും തമ്മിലുള്ള പോരാട്ടം. എവിടെയും എക്കാലവും വിജയിച്ചത് വിശപ്പ് തന്നെ. നിനക്കറിയാമോ വേട്ടക്കാരാ, ഒരു ചെന്നായയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ കൂട്ടമാണ്. കൂട്ടം വിട്ടുപോകുന്ന ചെന്നായയാകട്ടെ സ്വയം വലിയൊരു ദുരന്തവും. എനിക്കുമുണ്ടായിരുന്നു ഒരു നല്ല കാലം. അന്ന് ഞാനായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല വേട്ടക്കാരൻ. വേഗത്തിലും കരുത്തിലും എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഒരുപക്ഷെ അന്ന് ഞങ്ങളെ നയിച്ചിരുന്ന തലവന് പോലും. ഒരു നാൾ കറുകപ്പുൽമേട്ടിൽ ഒറ്റയ്ക്ക് മേഞ്ഞു നിന്നിരുന്ന കറുമ്പൻ കാട്ടുപോത്തിനെ കൂട്ടമായി വേട്ടയാടുമ്പോൾ തെല്ലിട മാത്രമൊന്ന് പല്ലിടറിപ്പോയ ഞങ്ങളുടെ തലവൻ ചെന്നായിയെ കൊമ്പിൽ കോർത്തവൻ കുതറിപ്പിടഞ്ഞപ്പോൾ ചിതറിത്തെറിച്ചതാണ് ഞങ്ങൾ ചെന്നായിക്കൂട്ടം. ചോര വാർന്നു പിടഞ്ഞ തലവൻ്റെ ഞരക്കം നേർത്ത് വന്നൊടുവിൽ നിലച്ചപ്പോൾ തോറ്റു പിൻവാങ്ങാൻ ഒരുങ്ങി നിന്ന എൻ്റെ കൂട്ടാളികളുടെ കണ്ണിൽ എപ്പോഴുമുള്ള വന്യമായ തിളക്കത്തിന് പകരം അന്നാദ്യമായി ഭയപ്പാടിൻ്റെ മിന്നാമിന്നി വെട്ടം കണ്ടു. പ്രാണൻ പൊരുതി നേടിയെന്ന് കരുതിയ കാട്ടുപോത്ത് അറിയാതെ ആശ്വസിച്ചു പോയ ഒരു നിമിഷം, ആ ഒരു നിമിഷം മതിയായിരുന്നു എനിക്ക്. കൂട്ടാളികളെ ആകെ അമ്പരിപ്പിച്ച് ഉരുൾപൊട്ടി വന്ന മലവെള്ളപ്പാച്ചിൽ പോലെ ഞാൻ അവനിലേക്ക് പാഞ്ഞു കയറി. കരിവീട്ടിയുടെ തായ്വേരുകൾ അടിമണ്ണിൽ ആഴ്ന്നിറങ്ങും പോലെ എൻ്റെ പോർനഖങ്ങൾ അവൻ്റെ ശരീരത്തിലേക്ക് ചൂഴ്ന്നിറങ്ങി. കാട്ടുപാറയുടെ കരുത്തോടെ എൻ്റെ കൂർത്ത പല്ലുകൾ അവൻ്റെ കഴുത്ത് കടിച്ചു മുറിച്ചു. തെല്ലുമിടറിയില്ല ഞാൻ, അവൻ പിടഞ്ഞു വീഴും വരെ. എൻ്റെ ഇര, എൻ്റെ ഭക്ഷണം, അതെൻ്റെ അവകാശമാണ്. ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എൻ്റെ അവകാശം.
ആർത്തിയോടെ ഞാൻ ഇരയുടെ കരൾ തിന്നു തീർത്ത് വിശപ്പടക്കും വരെ കൂട്ടത്തിലെ മറ്റുള്ളവർ എനിക്ക് ചുറ്റും ക്ഷമയോടെ കാവൽ നിന്നു, അവരുടെ ഊഴവും കാത്ത്. അതാണ് ഞങ്ങൾക്കിടയിലെ നിയമം. കാരണം അപ്പോൾ ആ നിമിഷം മുതൽ ഞാനായിരുന്നു ചെന്നായിക്കൂട്ടത്തിൻ്റെ പുതിയ തലവൻ. ധനുമാസക്കുളിരിൽ കാടാകെ വിറങ്ങലിച്ചു നിന്ന ആ രാത്രിയിൽ വേട്ടയുടെ ക്ഷീണം തീർത്ത് മടയിൽ തെല്ലൊന്നു മയങ്ങുകയായിരുന്നു ഞാൻ. ഉടലാകെ പൊതിയുന്ന സുഖകരമായൊരു ചെറുചൂടും അതുവരെ അന്യമായിരുന്നൊരു മാദക ഗന്ധവും അതാണ് എന്നെ ഉണർത്തിയത്. പഴയ തലവന് മാത്രം സ്വന്തമായിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മിടുക്കിയായ സുന്ദരി അവളായിരുന്നു അത്. തീ പിടിച്ചൊരു കാട്ടുമുല്ല വള്ളി പോലെ അവൾ എന്നിലേക്ക് അനായാസമായി പടർന്നു കയറി. അസാമാന്യമായ കരുത്തോടെ അവൾ എന്നെ പുതിയ വേട്ട പഠിപ്പിക്കുകയായിരുന്നു. അന്ന് ആദ്യമായി ഞാൻ അറിഞ്ഞു, എല്ലാ വിശപ്പിനും മേലെ ഉടലിനും ഒരു വിശപ്പുണ്ട്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലേക്കൊരു കുഞ്ഞതിഥി കൂടി വന്നെത്തി. എൻ്റെ വിയർപ്പ്, എൻ്റെ ചോര, എൻ്റെ ബീജം, എൻ്റെ ഉടൽ പകർപ്പ്. കാടടക്കി വാഴുകയായിരുന്ന ഞങ്ങൾ ചെന്നായിക്കൂട്ടം. കരുത്തോടെ, കരുതലോടെ ഞാൻ അവരെ മുന്നിൽ നിന്ന് നയിച്ചു. തികഞ്ഞ അനുസരണയോടെ കൂട്ടാളികൾ എൻ്റെ ആജ്ഞകൾ നിറവേറ്റി. വളർച്ചയെത്തിയ ചെറു ചെന്നായ്ക്കളെ ഞാൻ വേട്ടയുടെ ബാലപാഠങ്ങൾ പരിശീലിപ്പിച്ചു. കരുത്തും വേഗവും ചോർന്നുപോയ ചാവാലികളെ ഞാൻ കൂട്ടത്തിൽ നിന്ന് നിർദ്ദയം ആട്ടിപ്പായിച്ചു. ഉടൽക്കെട്ടിന് തീ പിടിക്കുന്ന ഋതുക്കളിൽ കൂട്ടത്തിലെ വയസ്സറിയിച്ച മിടുക്കത്തിമാർ എൻ്റെ അരക്കെട്ടിൻ്റെ ഉശിരറിഞ്ഞു. ഇരയുടെ ചോരമണം സിരകളിൽ ഉന്മാദം പടർത്തിയ ഒടുങ്ങാത്ത വേട്ടകൾ, ഇണയുടെ നറുമണം ഉടലാകെ ഉണർവ് പരത്തിയ അടങ്ങാത്ത വീഴ്ചകൾ. അഹങ്കരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ ശക്തിയിൽ, വേഗത്തിൽ, വേട്ടമിടുക്കിൽ, ചോരത്തിളപ്പിൽ. അന്ന് ഞാൻ അറിഞ്ഞില്ല കാലം എനിക്കായി ചിലതൊക്കെ കാത്തുവെച്ചിട്ടുണ്ടെന്ന്. കാലം, അതെ, അവനാണ് ശരിക്കും ഏറ്റവും നല്ല വേട്ടക്കാരൻ. ഞാനും നീയുമൊക്കെ അവൻ്റെ ഇരകളും. ആ രാത്രി പതിവ് പോലെ വേട്ട മുതൽ പങ്കിട്ട് തിന്നുന്ന മടയിലേക്ക് ഇണയുന്ന നേരത്താണ് അവളിലേക്കെൻ്റെ നോട്ടമെത്തിയത്. അതുവരെ ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. മറ്റു ചെന്നായത്തികളേക്കാൾ സുന്ദരിയായിരിക്കുന്നു ഇപ്പോൾ ഈ ചെറുബാല്യക്കാരി. മൊത്തു പിടിപ്പിക്കുന്ന അവളുടെ വശ്യഗന്ധം മൂക്കിനുള്ളിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ അടിവയറിനു കീഴെ കാമത്തിൻ്റെ കാട്ട് തീയാളി പടരുന്നെന്ന് ഞാൻ അറിഞ്ഞു. ഇന്നത്തെ ഇണ ഇവൾ തന്നെയെന്നുറപ്പിച്ച് അവളിലേക്ക് അടുക്കാൻ തുടങ്ങുമ്പോഴാണ് എവിടെ നിന്നോ മുരണ്ടുകൊണ്ട് അവൻ ചീറിയെത്തിയത്. അവൻ, കൂട്ടത്തിലെ രണ്ടാമൻ, ഞാൻ എക്കാലവും എനിക്കൊപ്പം ചേർത്ത് നിർത്തി വേട്ട പഠിപ്പിച്ച എൻ്റെ ചോരയിൽ കുരുത്ത ആദ്യത്തെ സന്തതി. അതുവരെ കാണാത്തൊരു കനൽ അവൻ്റെ കണ്ണുകളിൽ എരിയുന്നത് ഞാൻ കണ്ടു. അത് എന്നോടുള്ള പകയോ അവളോടുള്ള പ്രണയമോ ഇന്നും അറിയില്ല. ഞങ്ങൾക്കിടയിൽ മേലാളനെയും കീഴാളനെയും നിശ്ചയിക്കുന്നത് പുറന്തൊലിയുടെ നിറമല്ല, കരുത്താണ്, കാടിൻ്റെ നിയമം. മുഴുവൻ ചെന്നായിക്കൂട്ടവും സ്വയം വലയം തീർത്തൊരുക്കി തന്ന പോർക്കളത്തിനുള്ളിൽ ഞാൻ എന്നോട് തന്നെ ഏറ്റുമുട്ടുകയായിരുന്നു. എൻ്റെ തന്നെ ശക്തിയോട്, എൻ്റെ തന്നെ ദൗർബല്യങ്ങളോട്, എൻ്റെ തന്നെ തന്ത്രങ്ങളോട്. ദയയോ വാത്സല്യമോ സ്നേഹമോ തെല്ലുപോലും കടന്നു വരാത്ത മൃഗീയതയുടെ അതിജീവനത്തിൻ്റെ പോരാട്ടം. രണ്ടുപേരും അറിയുന്നുണ്ടായിരുന്നു നേരിടുന്നത് ജീവിതത്തിലെ ഏറ്റവും ശക്തനായ എതിരാളിയോടാണെന്ന്. അന്തമില്ലാത്ത ആ നീണ്ട പോരാട്ടം രാവേറെ പിന്നിട്ടപ്പോൾ പതിയെ ഞാൻ തിരിച്ചറിഞ്ഞു എനിക്കെതിരെ ഒളിപ്പോര് നടത്തുന്ന എൻ്റെ ശരിയായ എതിരാളിയെ, കാലം. പിന്നീട് എപ്പോഴോ എൻ്റെ കാലടികൾക്ക് ഇടർച്ച വന്നു. കണ്ണുകളിലേക്ക് പതിയെ ഇരുട്ട് പടർന്നു. വാർദ്ധക്യത്തിനുമേൽ യൗവനം വിജയത്തിൻ്റെ നീണ്ട ഓരിയിടൽ നടത്തുമ്പോൾ ഞാൻ അറിഞ്ഞു വീഴുകയാണെന്ന്. ബോധം തെളിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. മരണത്തേക്കാൾ ദാരുണമാണ് ചില തോൽവികൾ. ഇനി ഓടാൻ വയ്യ വേട്ടക്കാരാ. നന്നായി കിതയ്ക്കുന്നു, ഒപ്പം വല്ലാതെ വേദനിക്കുന്നുമുണ്ട്. ഒരു കഴുതപ്പുലി കൂട്ടം ചോരയുടെ മണം പിടിച്ച് എൻ്റെ പിന്നാലെ ഓടി വരുന്നുണ്ട്. സ്വന്തമായി വേട്ടയാടാൻ അറിയാത്ത ഭീരുക്കൾ. അവരിങ്ങെത്തും മുമ്പേ, ഉന്നം തെറ്റി വന്ന നിന്റെ അമ്പ് എൻ്റെ പ്രാണൻ എടുക്കും മുമ്പേ എനിക്കിവനെ, എൻ്റെ ഈ ഒടുക്കത്തെ ഇരയെ ഉള്ളിലാക്കണം. പക്ഷേ കൊല്ലും മുമ്പ് ഇവൻ്റെ കഴുത്തിലെ പിടി ഞാൻ തെല്ലൊന്നയക്കും. കാരണം ഉള്ളിലാക്കാൻ കഴിയാതെ പോയൊരു തീറ്റ മുതൽ ഇവൻ്റെ തൊണ്ടയിലും കുരുങ്ങിക്കിടക്കുന്നുണ്ട്. അതിവൻ്റെ ഇരയാണ്. എനിക്കറിയാം നിന്റെ വരവും കാത്ത് എവിടെയോ തീക്കൂട്ടി കാത്തിരിക്കുന്നുണ്ടാവും നിന്റെ ഇണയും കിടാങ്ങളും. വീടണയും മുമ്പ് നിനക്കും കിട്ടട്ടെ നിന്റെ ഇന്നത്തെ ഇര. ഈ ഭൂമിയിൽ വിശക്കുന്ന എല്ലാവരും വേട്ടക്കാരാണ്, ഇരകളും. ശുഭരാത്രി സോദര. കഥ വേട്ടക്കാരൻ. രചന അനീഷ് സുന്ദരേശൻ. അവതരണം ശാമിനി ഗിരീഷ്. നമ്മൾ എപ്പോഴും ഇരയുടെ ഭാഗം മാത്രമേ ചിന്തിക്കാറുള്ളൂ. വേട്ടക്കാരുടെ ഭാഗത്തും ഉണ്ടാകും ചില കഥകൾ പറയാൻ, അല്ലേ?
കഥാകാരൻ്റെ ഈ എഴുത്തിനെ എത്ര ഭംഗിയായി അവതരിപ്പിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും കൃത്യമായി അറിയില്ല. അദ്ദേഹം വളരെ ആത്മാവ് കൊടുത്ത് എഴുതിയ ഒരു രചനയാണ്, വളരെ ഭംഗിയായി എഴുതിയ രചന. അദ്ദേഹത്തിൻ്റെ രചനകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഞാൻ ആദ്യം വായിച്ചതും ഈ രചന തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ചത്. എനിക്കേറെ പ്രിയപ്പെട്ട ഈ രചന നിങ്ങളും കേൾക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്. അപ്പോൾ പതിവ് പോലെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കഥ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ കഥ കേട്ടവരൊക്കെ പലരും അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു, പലരും സജഷൻസ് തന്നിരുന്നു. എല്ലാം ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. നന്ദി.